പ്രിയപ്പെട്ട സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് കോൺവെക്സ് ലെൻസിനകത്ത് ഒബ്ജക്റ്റ് ഇമേജ് ഡയഗ്രത്തിനെ കുറിച്ചുള്ളതാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോണത്. ഒബ്ജക്റ്റ് ഇമേജ് ഡയഗ്രം കോൺവെക്സ് ലെൻസിനകത്ത് വരുന്നുണ്ട്, കോൺകേവ് ലെൻസിനകത്ത് വരുന്നുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ പല കുട്ടികളും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ പറഞ്ഞ പോലെ പഠിക്കുന്ന സമയത്ത് ഒബ്ജക്റ്റ് ഇന്ന പൊസിഷനിൽ വെക്കുമ്പോൾ ഇമേജ് എവിടെയാണ് കിട്ടുന്നത്, അതിൻ്റെ നേച്ചർ, സൈസ്, ഇതൊക്കെ പഠിക്കാനായിട്ട്, ഈ ടേബിൾ പഠിക്കാനായിട്ട് എന്തെങ്കിലും എളുപ്പമാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് പഠിച്ചെടുക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഈ ഒരൊറ്റ കോഡ് മാത്രം പഠിച്ചാൽ ഈ ടേബിൾ മുഴുവനും നിങ്ങൾ പഠിക്കും എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നമുക്ക് പഠിക്കാം. ഒന്ന് നോക്കിയേ, ഞാൻ ആദ്യം ഒരു കോൺവെക്സ് ലെൻസ് വരച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഇതേപോലെ വരച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അത് വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം ഇവിടെ F1ഉം 2F1ഉം മാർക്ക് ചെയ്യുക. F1ഉം 2F1ഉം മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ F2 2F2 മാർക്ക് ചെയ്യുക. ക്ലിയർ ആണോ? ഈ നമ്പറൊന്നും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ F1ഉം 2F1ഉം മാത്രം മാർക്ക് ചെയ്യുക, ലെഫ്റ്റിലും റൈറ്റിലും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട് അല്ലേ? അതെവിടെയാണ് ആ പോയിന്റ് വന്നിരിക്കുന്നത്? 2F1ന്റെ തൊട്ട് പിന്നിലല്ല, അതിന് മുമ്പായിട്ട് ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ട്. ആ പോയിന്റിന് ഞാൻ 1 എന്ന് കൊടുത്തു. അതിനുശേഷം 2F1ന്റെ തൊട്ട് പിന്നിൽ 2 എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊടുത്തു. 2F1ന് 3, പിന്നെ അതിനുശേഷം 2F1നും F1നും ഇടയിൽ ഒരു 4 എന്ന് പറയുന്ന പോയിന്റ്, F1ന് 5 എന്ന് പറയുന്ന പോയിന്റ് കൊടുത്തു. പിന്നെ ഈ ഒരു പോയിന്റ് ഉണ്ട്, അത് നമ്മളിപ്പോൾ പഠിക്കേണ്ട, അത് നമ്മൾ വേറെ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ 5 പോയിന്റ് ഇടാൻ എല്ലാവരും പഠിച്ചില്ലേ? എളുപ്പമല്ലേ? അപ്പോൾ എവിടെ നിന്നാണ് പോയിന്റ് മാർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എവിടെ നിന്നാണ്? 2F1ന്റെ ബാക്കിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ബാക്കിൽ നിന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം, തൊട്ട് പിന്നിലല്ല, ഇവിടെ നിന്ന് തുടങ്ങണം. 1 2 3 4 5. ഓക്കെ ആണല്ലോ? അതേപോലെ റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡിൽ നമുക്കറിയാം, ഇതാണ് F2 എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് 2F2 എന്ന് പറയുന്ന പോയിന്റ് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് 1 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ F2ന് നമ്മൾ എന്ത് കൊടുത്തു? 1 എന്ന് കൊടുത്തു. F2നും 2F2നും ഇടയിൽ എന്തെന്ന് കൊടുത്തു? 2 എന്ന് കൊടുത്തു. 2F2ന് 3, 2F2ന്റെ തൊട്ട് പിന്നിലുള്ള പോയിന്റിന് 4, അതിനുശേഷമുള്ള പോയിന്റിന് 5 എന്ന് കൊടുത്തു. ഇത് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? എളുപ്പമല്ലേ ഇത്? അപ്പോൾ ഈ ഒരു കോഡ് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ടേബിൾ എഴുതുന്നത് നോക്കാം. 1 എന്ന് പറയുന്ന നമ്പർ സൂചിപ്പിക്കുന്നത് ഇൻഫിനിറ്റിനെയാണ്. ശ്രദ്ധിക്കണം കേട്ടോ, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 1 എന്ന് പറയുന്ന പോയിന്റ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻഫിനിറ്റിനെ സൂചിപ്പിക്കുന്നു. 2 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? 2F1ന്റെ തൊട്ട് പിന്നിലല്ലേ? അപ്പൊ ബിയോണ്ട് 2F1 എന്ന് പറയാം. 3 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? അറ്റ് 2F1 ആണ്. 4 എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ബിറ്റ്വീൻ ആർക്കിടയിലാണ്? 2F1നും F1നും ഇടയിലും. 5 എന്ന് പറയുന്നതോ F1ൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഒബ്ജക്റ്റുകളെല്ലാം പ്ലേസ് ചെയ്ത് വെക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണെന്ന് എല്ലാവർക്കും അറിയാം. ഒബ്ജക്റ്റ് വെക്കുന്നതൊക്കെ എവിടെയാണ്? ലെഫ്റ്റിലാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, 1ലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെന്ന് വിചാരിക്കാം. 1 എന്ന് പറയുമ്പോൾ എന്താ പഠിപ്പിച്ചത് ഞാൻ? ഇൻഫിനിറ്റി അല്ലേ? ഇൻഫിനിറ്റിയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് കിട്ടുന്നത് നമുക്ക് ഇവിടെ റൈറ്റിലായിരിക്കണം. ഈ പറയുന്ന 5 കേസിൽ നമുക്ക് ഇമേജ് കിട്ടുന്നതൊക്കെ എവിടെയാണ്? റൈറ്റ് സൈഡിലാണ്. പഠിച്ചു വെക്ക്. എന്താണ്? 1 മുതൽ 5 വരെ ഈ പൊസിഷനിൽ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലും നമുക്ക് ഇമേജ് കിട്ടാൻ പോകുന്നത് എവിടെയാണ്? റൈറ്റ് സൈഡിലാണ്. അപ്പൊ 1 എന്ന് പറയുന്ന ഇൻഫിനിറ്റിയിൽ ഒബ്ജക്റ്റ് വെച്ചപ്പോൾ എനിക്ക് ഇമേജ് കിട്ടുന്നത് റൈറ്റ് സൈഡിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ, എവിടെ? 1 എവിടെയാണ് കിടക്കണേന്ന് നോക്ക്, F2ലല്ലേ? അപ്പൊ ഇമേജ് കിട്ടുന്നത് എവിടെയായിരിക്കും? F2ല്. ഇനി 2 എന്ന് പറയുന്ന പൊസിഷൻ എവിടെയാണ്? 2F1ന്റെ തൊട്ട് പിന്നിൽ, ബിയോണ്ട് 2F1ല് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇമേജ് എവിടെയായിരിക്കും കിട്ടുക? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. 2 എവിടെയാണ്? റൈറ്റ് സൈഡിൽ നോക്കിയേ, ഇവിടെ അല്ലേ? F2നും 2F2നും ഇടയിൽ. ഇനി 3 എന്ന് പറയുമ്പോൾ 2F1ലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് എവിടെയായിരിക്കും? 3 എവിടെ നമ്പർ? 2F2ലാണ്. ഇനി ഒബ്ജക്റ്റ് ഇവിടെയാണ്, 2F1നും F1നും ഇടയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് എവിടെയാണ്? റൈറ്റ് സൈഡിൽ 4 വരുന്നത് എവിടെയാണ് നോക്കിയേ? 2F2ന്റെ തൊട്ട് പിന്നിൽ. ഓക്കെ, അപ്പം നമ്മൾ ഈ ടേബിൾ ഇങ്ങനെ തന്നെ പഠിക്കണം. കണ്ടോ? അപ്പം 5 പറഞ്ഞ 5 നിങ്ങൾ തന്നെ ഒറ്റക്ക് പറയും. F1ലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ ഇമേജ് എവിടെയാണ്? ഒന്ന് പറയ്. നമ്മൾ ഇൻഫിനിറ്റിയിലാണ് വരുന്നത് അല്ലേ? ഇൻഫിനിറ്റിയിലാണ് വരുന്നത്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഈ 5 സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? ഇൻഫിനിറ്റി. ഓക്കെ, 5 സൂചിപ്പിക്കുന്നത് ഇൻഫിനിറ്റി, 4 സൂചിപ്പിക്കുന്നത് 2F2ന്റെ ബിയോണ്ട് അല്ലേ? ഇനി ഞാൻ ഈ ടേബിളിലേക്ക് പോവാട്ടോ. അപ്പം ഞാൻ ഒബ്ജക്റ്റ് വെക്കുന്നത് അറ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ
ലെങ്ത് ഇൻഫിനിറ്റിയിലാണെങ്കിൽ ഇമേജ് എവിടെയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. 1 എവിടെ വരുന്നത് F2 കണ്ട. അറ്റ് പൊസിഷൻ ഓഫ് ഇമേജ് എവിടെയാണ്? അറ്റ് F2 ഓക്കെ. ഇത് ഞാൻ പിന്നെ ഇപ്പം പറഞ്ഞുതരാം കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പിന്നെ ബിയോണ്ട് 2F1 ആണെങ്കിൽ ഇമേജ് എവിടെയാണ് നിങ്ങൾ പറയും. 2F1 എവിടെയാണ്? ബിയോണ്ട് 2F1 2ലാണെങ്കിൽ നമുക്ക് എവിടെയാണ്? F2നും 2F2നും ഇടയിൽ. ശരിയല്ലേ? അറ്റ് 2F1 എവിടെയാണ് ഇമേജ് എവിടെയാണ് കിട്ടുന്നത്? 3 നോക്ക്. 2F2 ബിറ്റ്വീൻ F1 2F1 എവിടെയാണ് 4 വരുന്ന നമ്പർ? ഇവിടെ അല്ലേ? ബിയോണ്ട് 2F2. അപ്പോൾ ഈ ഒരു ടേബിൾ പഠിച്ചില്ലേ? ഇത് നിങ്ങൾ തെറ്റിക്കില്ല. പൊസിഷൻ ഓഫ് ഒബ്ജക്റ്റ് 5 കേസിൻ്റെയും പൊസിഷൻ ഓഫ് ഇമേജ് 5 കേസിൻ്റെയും തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇനി സൈസ് ഓഫ് ഇമേജ് എഴുതാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ ഹൈലി ഡിമിനിഷ്ഡ്, സെയിം സൈസ്, എൻലാർജ്ഡ്, ഹൈലി എൻലാർജ്ഡ്. ഹൈലി ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ചെറുതെന്നാണ് അർത്ഥം അല്ലേ? അപ്പം ഇവിടുത്തെ ഇമേജ് 1ലാണ് ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇമേജ് എവിടെ കിട്ടുന്നത്? ഇവിടെയാണെന്ന് അറിയാം അല്ലേ? ഇവിടെയാണ് ഇമേജ്. ആ ഇമേജ് എങ്ങനത്തെ ഇമേജാ? ഹൈലി ഡിമിനിഷ്ഡ് ആണ്, വളരെ ചെറുതാണ്. രണ്ടാമത്തെ കേസിൽ നോക്കിയാൽ ഹൈലി ഇല്ല, ഡിമിനിഷ്ഡ് എന്നുള്ളൂ, ചെറുത് എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. മൂന്നാമത്തെ കണ്ടീഷനിൽ, മൂന്നാമത്തെ ഇതിൽ നോക്കി നിങ്ങൾ സെയിം സൈസ് എന്നാണ് പറയുന്നത്, ഒരേ വലിപ്പം. ഇതിൽ കിടക്കുമ്പോൾ എൻലാർജ്, കുറച്ചും കൂടി വലുപ്പമായി. ഇതെന്ന് പറയുമ്പോൾ ഹൈലി എൻലാർജ്, അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമായി. അപ്പോൾ ആ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിലായില്ലേ? വളരെ ചെറുത്, പിന്നെ ഒരേ വലിപ്പം, കുറച്ചും കൂടി വലുത്, അതിനേക്കാളും വലുത് അല്ലേ? ആ ഒരു ഓർഡറിലല്ലേ ഇത് വരുന്നത്. അപ്പോൾ ആ ഒരു ഓർഡർ നമുക്ക് തെറ്റാണ്ട് എഴുതാൻ പറ്റൂലേ? പറ്റുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ 5 കേസിലും ഇമേജിന്റെ നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം എങ്ങനത്തെ ആയിരിക്കും? റിയൽ ആൻഡ് ഇൻവെർട്ടഡ് ആണ്. ഈ 5 കേസിലും എന്തുതന്നെയാണ്? റിയൽ ആൻഡ് ഇൻവെർട്ടഡ് ആണ്. അപ്പം നിങ്ങളോട് പെട്ടെന്ന് ചോദിക്കുകയാണ്, ഞാനൊരു ചോദ്യം ചോദിക്കുക, നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറയണം. ഞാൻ ഒബ്ജക്റ്റ് ഈ ടേബിളൊന്നും നോക്കണ്ട് നിങ്ങൾക്ക് ആൻസർ ഇപ്പോൾ പറയാൻ പറ്റുണ്ടോ നോക്കട്ടാ. എങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചെന്നാണ് അർത്ഥം. ഞാൻ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 2F1 ഞാൻ ചോദിക്കട്ടെ, 2F1 ഇമേജ് എവിടെയാണ്? ഇമേജിന്റെ പൊസിഷൻ എവിടെയാണ്? ഓക്കെ, എവിടെയാണ്? 2F2 ഇനി അടുത്ത് ചോദിക്കട്ടെ, ഈ ഇമേജ് എങ്ങനത്തെ ഇമേജ് ആണ്? അതായത് റിയൽ ആണോ, ഇൻവെർട്ടഡ് ആണോ, അതോ വിർച്വൽ ആണോ, ഇറക്റ്റ് ആണോ? ഏതാണ്? ഞാൻ പറഞ്ഞു ഈ 5 കണ്ടീഷനിലും കണ്ണടച്ചു പറയാം അതെന്താണ്? റിയൽ ആൻഡ് ഇൻവെർട്ടഡ്. ഇനി സൈസ് ചോദിച്ചാലോ? ഇവിടെ വെച്ചാൽ സൈസ് ഹൈലി ഡിമിനിഷ്ഡ്, ഇവിടെ വെച്ചാൽ ഡിമിനിഷ്ഡ്, ഇവിടെ വെച്ചാൽ സെയിം സൈസ്. അപ്പോൾ ഇവിടെ വെക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ഇമേജ്? സെയിം സൈസ്. ഇവിടെ വെക്കുമ്പോൾ എന്തായിരിക്കും? എൻലാർജ്ഡ്. ഇവിടെ വെക്കുമ്പോഴോ? ഹൈലി എൻലാർജ്ഡ്. പഠിച്ച മക്കളെ. അപ്പം നിങ്ങൾ ഇവിടെ ഒരെണ്ണം കൂടിയുണ്ട്. ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ വെക്കും, F1നും ഒപ്റ്റിക് സെൻറ്ററിൻ്റെ ഇടയിൽ. അത് ഞാൻ പ്രത്യേകം ഒരു റെഡ് കളറിൽ ഒരു ബോക്സ് വരച്ച് വെച്ച് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെടുത്തി പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. F1നും ഒപ്റ്റിക് സെൻറ്ററിനും ഇടയിൽ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇമേജ് കിട്ടുന്നത് എവിടെയാണ്? ഈ സെയിം സൈഡിൽ തന്നെയാണ്. മനസ്സിലായോ? ഒബ്ജക്റ്റ് എവിടെയാണോ വെക്കുന്നത് അതിൻ്റെ സെയിം സൈഡിൽ തന്നെയാണ് ആരും കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? നേരത്തെ ഈ 5 കേസിലും ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ അല്ലേ വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇമേജൊക്കെ എവിടെ കിട്ടിയിരുന്നത്? ഈ പറയുന്ന ലെൻസിന്റെ റൈറ്റ് സൈഡിലാണ് നമുക്ക് കിട്ടിയത് അല്ലേ? പക്ഷെ ഇവിടെ മാത്രം ഒബ്ജക്റ്റ് വെക്കുമ്പോൾ, ഇവിടെ മാത്രം നമ്മൾ ഒബ്ജക്റ്റ് വെക്കുമ്പോൾ ഇമേജ് കിട്ടുന്നത് ഈ വശത്ത് തന്നെയാണ് നമുക്ക് ഇമേജ് കിട്ടുക. ഓക്കെ, ആ ഇമേജിന്റെ സൈസ് എന്തായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും. വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആയിരിക്കും, നിവർന്നതായിരിക്കും. മനസ്സിലായ? നിവർന്ന ഇമേജ് ആയിരിക്കും നമുക്ക് ഈ സെയിം സൈഡിൽ തന്നെ കിട്ടുന്നത്. അപ്പോൾ വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പോൾ ഈ 5 എണ്ണം നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമല്ലേ? പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇത് മാത്രം ഈ ഒരു ഒബ്ജക്റ്റ് F1നും ഒപ്റ്റിക് സെൻറ്ററിന് ഇടയിൽ വെക്കണം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കി നിങ്ങൾ പഠിക്കും. പിന്നെ ഇത് വരക്കാനും കൂടിയും പഠിക്കണം കേട്ടോ. ഓക്കെ, ഈ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പരിപാടി നിങ്ങളിത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇത് വരക്കേണ്ടതുണ്ട്, അത് പഠിക്കണം. പിന്നെ ഈ ടേബിൾ പഠിക്കലാണ് ഏറ്റവും വലിയ കാര്യം. ഇതിൻ്റെ വരക്കുന്നതിൻ്റെ ഒപ്പം ഇതും പഠിക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അതാണ് അടുത്ത വീഡിയോ ചെയ്യാൻ നമുക്ക് ഒരു പ്രചോദനം. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക്